പോലെ പോലെ നമുക്കൊരു അടിപൊളി അവിയലുണ്ടാക്കിയാലോ? എന്നാ വാ. നമ്മൾ ആദ്യം ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എടുത്ത് വെക്കാം. അപ്പോൾ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാനിവിടെ ചെയ്യുന്നത്. നമുക്കിനി തേങ്ങ അരയ്ക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് തേങ്ങ, കൊച്ചുള്ളി, ഒരു പച്ചമുളക്, കറിവേപ്പില, ജീരകം. ഇത് നമ്മൾ മിക്സിയിൽ ചെറിയൊരു അടി അടിക്കുക കേട്ടോ. പേസ്റ്റ് പോലെ ആവല്ലേ. അതിന് ശേഷം നമ്മൾ അവിയൽ വെക്കേണ്ട പാത്രം എടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കറിവേപ്പില ഇത് ഇത്ര ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഇവിടെ 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തത്. നമ്മുടെ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണ കേട്ടോ. അതുപോലെ മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ നിന്ന് മഞ്ഞൾ പൊടിച്ച് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കഴിവതും എടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. അവിയലിനകത്തൊക്കെ അതാണ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ നമുക്ക് വേവിക്കണം. കഷ്ണങ്ങൾ വെന്താൽ മാത്രമേ വെന്തുടഞ്ഞ് ചിലർക്ക് ഓരോ രീതിയിലാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നല്ലപോലെ വേവണം കേട്ടോ. അപ്പോൾ നമ്മൾ വെന്തതിന് ശേഷം നമ്മുടെ അരപ്പെല്ലാം ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് അത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണേ. അവിയലിൽ നമ്മൾ പ്രധാനമായിട്ട് ഇടുന്ന തേങ്ങയും കൊച്ചുള്ളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ 2 ടേബിൾ സ്പൂണ് അല്ല 2 ഇല്ല 1 ടേബിൾ സ്പൂണ് 2 ടേബിൾ സ്പൂണാട്ടോ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇളക്കി വെച്ചിട്ട് നമ്മുടെ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം നമ്മൾ തൈരൂടെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് തൈരില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ ഇതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.